ഡൽഹിയിലെ പാറ്റകളുടെ സമരത്തെ എന്തിനാണ് സംഘികൾ പേടിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഈ സമരത്തെ പേടിച്ചിട്ടാണോ എന്തോ സംഘികൾ പിച്ചും പെയ്യും പറഞ്ഞു നടക്കുന്നതെന്ന് തോന്നുന്നു. പുസ്തകങ്ങളിൽ എങ്ങനെ ഹിന്ദുത്വവാദങ്ങൾ കുത്തിക്കയറ്റാം, ചരിത്രത്തെ എങ്ങനെ വർഗീയവൽക്കരിക്കാം എന്നൊക്കെയുള്ള ചില്ലറ അജണ്ടകളുമായി നിയമിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അത് അദ്ദേഹം പരമാവധി ചെയ്തൊപ്പിക്കുന്നുമുണ്ട്. അതിനൊപ്പം ഒരു മന്ത്രി നടത്തേണ്ട വേറെയും ചില്ലറ കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം മറന്നുപോയിരുന്നു. അതിൽ പെടുന്നതാണ് പലതരം പ്രവേശന പരീക്ഷകൾ. 10ഉം 12ഉം ക്ലാസ്സിലെ CBSE പരീക്ഷകൾ, UGC, നെറ്റ്, നീറ്റ് പരീക്ഷകളൊക്കെ ആകെ അലമ്പാക്കി. സംഘികൾ ഒരു ഉളുപ്പുമില്ലാതെ നടന്ന് ചോദിക്കുകയാണ്, നീറ്റ് പുനഃപരീക്ഷ കഴിഞ്ഞില്ലേ, പിന്നെന്താണ് കുഴപ്പമെന്ന്. സ്വയമോ അല്ലെങ്കിൽ മക്കളായിട്ടോ നന്നായി പഠിക്കുകയോ കൊള്ളാവുന്ന ഒരു പരീക്ഷ എഴുതുകയോ ചെയ്ത ഒരാളും ഈ അസംബന്ധം പറയില്ല. 23 കുട്ടികളാണ് നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തത്. എത്ര കുഞ്ഞുങ്ങൾ മരണത്തെക്കുറിച്ച് ആലോചിച്ചു കാണും? എത്ര കുട്ടികൾ ഭീതിയോടെ കഴിയുന്നുണ്ടാകും? എന്തുമാത്രം വീടുകൾ തോരാക്കണ്ണീരുമായി കാത്തിരിക്കുന്നുണ്ടാകും? ആ നീറ്റൽ മനസ്സിലാകുന്ന മനുഷ്യരാണ് 10,000-കണക്കിന് രാജ്യ തലസ്ഥാനത്ത് വന്ന് ഒത്തുകൂടിയത്. ഓരോ മരണവും അവരെ അത്ര ഉലച്ചിരിക്കുന്നു. ഓരോ ദുരന്തവും അവരെ അസ്വസ്ഥരാക്കുന്നു. ഇനി ഇങ്ങനെയൊന്നും നടക്കരുത്, അതുകൊണ്ട് അതിന് ഉത്തരവാദിയായ മന്ത്രി മാറി നിൽക്കണം. അത്രയല്ലേ അവർ പറയുന്നുള്ളൂ. ആ മനുഷ്യരുടെ നീറ്റൽ മനസ്സിലാക്കണമെങ്കിൽ സംഖ്യയായാൽ നടക്കില്ല, മനുഷ്യനാകണം. അങ്ങനെയായാൽ സ്വന്തം പണി എടുക്കാനറിയാത്ത ഒരു മന്ത്രിയെ എപ്പോഴേ പറഞ്ഞു വിട്ടേനെ. സത്യത്തിൽ സർക്കാർ സ്വയം അത് ചെയ്യേണ്ടതാണ്. ഇമാതിരിയുള്ള ഊളകളെ വെച്ചാണ് മോദി രാജ്യം ഭരിക്കുന്നത്. ഒരു ചെറിയ പ്രതിഷേധം കാണുമ്പോൾ പോലും പ്രതിഷേധിക്കുന്നവരെ എന്തൊക്കെയാണ് പറയുന്നത്? രാജ്യദ്രോഹികൾ, പാകിസ്ഥാൻ ചൈന ഏജന്റുമാർ, ജിഹാദികൾ എന്നൊക്കെ ചാപ്പകുത്തുന്നു. നിങ്ങളിങ്ങനെ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സർക്കാർ രാജിവെക്കണമെന്ന് ഇവരാരും ആവശ്യപ്പെടുന്നില്ല, ഇവരാരും പറയുന്നില്ല. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്നതൊന്നും ഇവിടെ നടക്കില്ല. 2014-ലുണ്ടായ രാജ്യമല്ല ഇത്. നിങ്ങളെത്ര ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ഇന്നും ഇവിടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് നടക്കാനുള്ള ജനാധിപത്യ ബോധമുള്ള മനുഷ്യരും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് സമരം ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടാണ് പിള്ളേരുടെ ഒരു സമരം വരുമ്പോഴേക്കും സർക്കാരിനെ അട്ടിമറിക്കാൻ വരുന്നേ എന്ന് നിലവിളിക്കുന്നത്. യാഥാർത്ഥ്യ ബോധവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യം വെറുതെ പിച്ചും പെയ്യും പറയുന്നു. കർഷക സമരത്തെയും രാജ്യദ്രോഹികളുടെ സമരമാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തുണ്ടായി? അത്രയൊക്കെ ഉള്ളൂ ഇതും. അതുകൊണ്ട് ആ പിള്ളേരെ പള്ളു പറഞ്ഞ് നടക്കാതെ അവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണം. വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ സർക്കാരിന് അവരോട് വല്ല ഉത്തരവാദിത്വമുണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലാതെ ഒരു ചെറിയ സമരം കാണുമ്പോഴേക്കും നുണയും കൊതിയും പറഞ്ഞ് നനഞ്ഞ നിക്കറുമായി നടക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല.